ടി എം പ്രതാപൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പാർട്ടിയെ ഈ ഗതിയിലേക്ക് നയിച്ചത്. ടി എം പ്രതാപനാണ്. കഴിഞ്ഞ 2 നിയമസഭാ പ്രാവശ്യം നാട്ടികയിൽ മത്സരിക്കുകയും അവിടെ പാർട്ടിയെ ഇല്ലാതാക്കുകയും അതിനുശേഷം കൊടുങ്ങല്ലൂരിൽ മത്സരിക്കുകയും കൊടുങ്ങല്ലൂരിൽ പാർട്ടിയെ ഇല്ലാതാക്കുകയും ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയും ആ പാർട്ടിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന് ശേഷം പ്രളയം മാത്രം മതി എന്നാണ് ടി എൻ പ്രതാപൻ്റെ നിലപാട്. ഇത്തരം നേതാക്കളെ KPCCയും AICCയും ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം KPCC വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതോടൊപ്പം കെ മുരളീധരൻ്റെ പരാജയത്തിന് എങ്ങനെയാണ് അവർ കാരണമാവുന്നത്? കെ മുരളീധരൻ്റെ പരാജയത്തിന് കാരണം ഇതിൻ്റെ ചെയർമാനായിട്ടുള്ള ടി എൻ പ്രതാപൻ ഇവിടുത്തെ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുവാനോ അതുപോലെ തന്നെ ഇവിടെ റാലികൾ സംഘടിപ്പിക്കുവാനോ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുവാനോ യാതൊരു തരത്തിലും ഒരു നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടില്ല. അത് തന്നെയാണ്. പിന്നെ മുഴുവൻ സമയവും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായാണ് മുന്നോട്ട് പോയിരുന്നത്. പിന്നെ അതുപോലെ തന്നെ DCC പ്രസിഡന്റ് പറഞ്ഞു ധാർമ്മിക ഉത്തരവാദിത്വം എനിക്കാണെന്ന് പറഞ്ഞു. ആ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത DCC പ്രസിഡന്റ് എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല? അതുകൊണ്ട് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെച്ച് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ മാനം കാക്കണമെന്ന് അഭ്യർത്ഥിക്കുക.